ഒരു പെണ്ണിനെ മാത്രം സ്നേഹിക്കാൻ സൗന്ദര്യം കൂടുന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? കൂടുന്നുണ്ടോ ചേട്ടാ? ചേട്ടൻ തോന്നുന്നുണ്ട്. അതെ, നന്നായിട്ട് രഹസ്യം ഒന്നുമില്ല. ഉടുത്ത് വരുന്നല്ലേ മൂക്കൊക്കെ ചോന്നിരിക്കുന്നു. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ രേണുസുധിയുടെ കണ്ടന്റാണ്. താല്പര്യമുള്ളവർക്ക് കാണാമില്ലാത്തവർക്ക് തുടക്കം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ രേണുസുധിയുടെ അപരാധവുമായിട്ട് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ്. ഏതോ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണെന്നുള്ളത് ചില വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇന്ന് ഫുള്ള് ഇൻസ്റ്റഗ്രാം തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഈ അലവലാതിയുടെ വീഡിയോസ് മാത്രമേ കാണാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവൾക്ക് രണ്ട് മറുപടി കൊടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. നമ്മൾ ഈ മറുപടി ഇവൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നാണോ മാനോ ഇല്ലാത്ത അവൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ വകവയ്ക്കാതെ അവളുടെ അഴിഞ്ഞാട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും അവളുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് അപരാധങ്ങൾ നമുക്ക് കാണാം. ഏറ്റവും ഇഷ്ടം ഫുഡാണ്. പിന്നെ ഇഷ്ടം പൂത്തിരി ഇഷ്ടമാണ്. മറ്റേ കമ്പിത്തിരി ഇല്ല, പൂത്തിരി കമ്പിത്തിരി. പിന്നെ ഇങ്ങനെ അതിഷ്ടമാണ്. എനിക്കെല്ലാം ഇഷ്ടമാണ്. മത്താപ്പ് പിന്നെ ഇങ്ങനെ കറങ്ങത്തില്ലേടാ, അട്ടയോ ചക്രവോ എന്താ അതിന് പറയുന്നത്? കടച്ചക്രവോ? കറച്ചക്രം അട്ടയെന്നാ പറയുന്നത്. അട്ട പോലെ ഇങ്ങനെ. പക്ഷെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന വേണം, അതല്ല നല്ലത്. മുകളിൽ പോയിട്ട് മറ്റേ റോക്കറ്റ് പോലത്തെ ഒരു സാധനം അതിങ്ങനെ പോയിട്ട് പോകുന്ന അങ്ങോട്ട് വരുന്നില്ല, അത് ഇഷ്ടമാണ്. എല്ലാ പടക്കങ്ങളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞില്ല, പടക്കങ്ങൾ എന്നും എന്റെ വീട്ടിലൊക്കെ. ഏതോ ഒരു അലവലാതി മീഡിയക്കാരൻ ചോദിക്കുകയാണ്, രേണുസുധിക്ക് ഏത് പടക്കമാണ് ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു കേട്ടില്ലേ, എനിക്ക് ഗുണ്ട് ഇഷ്ടമാണ്, പൂത്തിരി ഇഷ്ടമാണ്, വാണം ഇഷ്ടമാണ്, ചക്രം ഇഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത്. അയ്യോ, ഇവളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് കേട്ടോ. മീഡിയക്കാരെന്തായാലും അറിഞ്ഞുകൊണ്ട് തന്നെ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. രേണുസുധിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടക്കം ഏതാണെന്ന്. എന്താ ഇതിനൊക്കെ പറയേണ്ടത്? ഇതുപോലൊരു അലവലാതി ഈ ലോകത്തുണ്ടോ വേറെ? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ആ ഒരു അലവലാതിയാണല്ലോ രേണുസുധി. ഹായ് രേണു, കടൽപ്പുറത്താണോ ഇന്ന് ഷൂട്ട്? കരിഞ്ഞു പോവോ? ഞാൻ കരിയും മിക്കവാറും. സൺസ്ക്രീം അല്ലേ? സൺസ്ക്രീം അല്ലടാ, സ്ക്രീൻ. മനസ്സിലായോ? സ്ക്രീൻ അങ്ങനെ പറഞ്ഞു. എല്ലാം സബ്സ്ക്രിപ്ഷൻ എന്നൊക്കെയാ പറയുന്നത്. പിന്നെ നമുക്ക് അവന് സാവഴങ്ങത്തില്ല. അല്ല, സബ്സ്റ്റേഷൻ സ്ക്രീൻ എന്ന് പറഞ്ഞു. ഞാൻ പല സ്കൂളിൽ പഠിച്ചു. മലയാളം ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നു. സബിനകത്ത് ഇംഗ്ലീഷ് സംസാരിച്ചിരുന്ന ആൾക്കാരോട് എങ്ങനെ മറുപടി കൊടുക്കും? ഇംഗ്ലീഷ് മറുപടി കൊടുക്കും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവളെവിടെ പോയാലും കുറേയധികം മീഡിയക്കാരെ ഇവൾ കൂടെ കൊണ്ട് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവൾ തന്നെ പണം കൊടുത്തിട്ട് കൊണ്ടു നടക്കണമെന്ന് തോന്നുന്നു. കാരണം ഇവളെവിടെയെങ്കിലും ഒരു ഇനാഗ്രേഷന് പോയാലും അല്ലെങ്കിൽ എവിടെ എന്തിനിവൾ പോയാലും ആൽബം ഷൂട്ടിനോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ കുറേയധികം മീഡിയക്കാർ ഇവളിങ്ങനെ കൂടെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അല്ല, ഞാൻ ഓർക്കുക ഈ മീഡിയക്കാരുടെ ഒരു അവസ്ഥയെ, ഇതിൽ ഭേദം പോയി വല്ല പട്ടിത്തീട്ടം വാരി തിന്നുകൂടെടാ മീഡിയക്കാരെ. നിനക്ക് ഇവളുടെയൊക്കെ പുറകെ ഇങ്ങനെ ക്യാമറയും തൂക്കി നടന്ന് അവളെ തുമ്മുന്നതും തൂറുന്നതും തിരിയുന്നതും ഒക്കെ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇടാനായിട്ട് ഞങ്ങളെപ്പോലുള്ളവരെ ഇങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഇടുന്ന ഇതുപോലുള്ള അപരാധങ്ങളാണ് ഞങ്ങൾ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മളാരും ഇവളുടെ പുറകെ നടക്കുന്നില്ല. ഇവളുടെ പുറകെ ഇവൾ തന്നെ കുറേ വാലാട്ടി പട്ടികളെ കൊണ്ടു നടക്കുന്നുണ്ട്. അവന്മാരുടെയൊക്കെ ഇതുപോലെ നാണം കെട്ട വീഡിയോസ് എടുത്ത് ഇടുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. ആദ്യം ഇവള് ഭർത്താവ് മരിച്ച സ്ത്രീയായിട്ട് വന്ന് എല്ലാവരുടെയും മനസ്സിൽ കയറിപ്പറ്റി സഹതാപമൊക്കെ മേടിച്ച് അവസാനം ഒരു വീട് വെക്ക് ഇവക്കൊക്കെ കിട്ടി. അവസാനം ഇവളിപ്പോൾ എന്തോ സോഷ്യൽ മീഡിയയിൽ എന്തോ ഒരു താരമാണെന്ന് പറഞ്ഞാണ് ഇവളുടെ നടപ്പ്. ഇവളുടെ ദുബായ് കഥകളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഷെഫീന ബീവി അവരുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവള് ദുബായിൽ പോകുന്നത് സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന്, അതുപോലെ വ്യഭിചാരം, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. രേണു ഉണ്ടാക്കുന്ന ഭക്ഷണം വീട്ടിൽ എല്ലാവർക്കും ഏതാ ഏറ്റവും കൂടുതൽ ഇഷ്ടം? മാഗി. ചുമ്മാ സത്യം. മാഗി മാത്രമേ ഉണ്ടാക്കാൻ അറിയാവുള്ളൂ? അല്ലടാ, വഴക്കുണ്ടാക്കാൻ അറിയാം, ഗോസിപ്പ് ഉണ്ടാക്കാൻ അറിയാം, എല്ലാം ഉണ്ടാക്കാൻ അറിയാം.
കണ്ടല്ലോ, ഇതില് ആ മീഡിയക്കാരൻ വീഡിയോ എടുക്കുന്നത് ഏത് ആംഗിളിലാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ. മോളിൽ നിന്നാണ് എടുക്കുന്നത്. അതായത് അവളുടെ ക്ലീവേജും അവളുടെ മാറിട ഭാഗങ്ങളും എല്ലാമാണ് അവിടെ ക്യാമറാമാൻ ഫോക്കസ് ചെയ്യുന്നത്. കാരണം അത് പ്രദർശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവളതിന് അവസരം കൊടുത്തിട്ട് തന്നെയാണ് അവരൊക്കെ ആ രീതിയിൽ വീഡിയോസും കാര്യങ്ങളും എടുക്കുന്നത്. കാരണം അവർക്കറിയാം ഇതൊക്കെ ഒന്ന് കാണിച്ചാൽ മാത്രമേ ഇപ്പം ലൈം ലൈറ്റിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവൾ അങ്ങോട്ട് കാണിക്കുന്നു. മീഡിയക്കാരാണെങ്കിൽ ഏത് ആംഗിളിൽ എടുത്താലാണ് അവളുടെ എല്ലാ ഭാഗങ്ങളും കിട്ടുന്ന ആ രീതിയിൽ തന്നെ ആ വീഡിയോസൊക്കെ എടുത്ത് പബ്ലിക്കിൽ ഇടുന്നുണ്ട്. എന്തായാലും ഇതുപോലുള്ള വീഡിയോസ് പബ്ലിക്കായിട്ട് വരുമ്പോൾ അതിനെതിരെ ആൾക്കാർ പ്രതികരിക്കും. കമൻറ്റുകൾ വരും, മോശം കമൻറ്റുകൾ വരും. എങ്കിലും ഇവളുടെ ഈ അപരാധം സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. എന്നാൽ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരങ്ങ് സപ്പോർട്ട് ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ ഇവൾക്കെതിരായിട്ട് ഇതുപോലെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഇവളുടെ അപരാധം ഇവൾ എന്ന് നിർത്തുന്നോ, മാന്യമായിട്ട് ഇവൾ ജീവിക്കുന്നോ അന്ന് നമ്മൾ നിർത്തും. അല്ലാത്ത പക്ഷം ഇവൾ ഇതുപോലുള്ള അപരാധങ്ങൾ കാണിച്ചാൽ തീർച്ചയായും അതിനെതിരെ പ്രതികരിക്കും. ഹായ് രേണു, രാവിലെ സുന്ദരിയാണല്ലോ. ഞാനിപ്പോൾ രാത്രി സുന്ദരി, രാവിലെ സുന്ദരിയല്ലേ ചേട്ടാ? എന്തിന് ഷൂട്ടിന് റെഡി ആയല്ലോ? അനുരാഗ കാറ്റ് നമ്മുടെ ഷോപ്പിൽ പുതിയ ഗെറ്റപ്പ് ആണല്ലോ അത്. കുഴപ്പമില്ല, നല്ലതല്ലേ? ഇങ്ങനത്തെ ഒരു ഗെറ്റപ്പാണ് ഡയറക്റ്റ്. ഈ പാവട എവിടുന്ന് വാങ്ങിച്ചേ? ഗിഫ്റ്റ് കിട്ടിയത്. ഇതെന്നാട്ടോ മയിലാട്ട പാത്രിക പുലിയാട്ട പാത്രിക ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. ഒരു മാർഗമില്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ? മാർഗം കളി. എന്ത് നല്ല കോലമല്ലേ. അയ്യോ, കണ്ടാലും മതി. ഒരുമാതിരി വേഷവും കെട്ടി ഇങ്ങനെ നടക്കുക. മീഡിയക്കാരുടെ മുന്നിൽ കിടന്ന് ഇമാതിരി കിടന്ന് അങ്ങോട്ട് അഴിഞ്ഞാടുക. പിന്നെ ഏതെങ്കിലും ഒരു സംവിധായകനോ ഡയറക്ടറോ വിളിച്ചിട്ട് ഏതെങ്കിലും ഒരു ആൽബത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപരാധ ഷോർട്ട് ഫിലിമിലോ അഭിനയിക്കും. ഇപ്പോഴും അഭിനയിക്കുന്ന ഏതോ ഒരു അപരാധ ഷോർട്ട് ഫിലിമിൻ്റെയാണ്. എൻ്റെ പൊന്നോ, ഇനി അതും നമ്മൾ കാണണമല്ലോ. ഓൾറെഡി ഇവള് അഭിനയിക്കാൻ പോകുന്ന ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കാഴ്ചകൾ നമ്മൾ കാണണം. അതിനുശേഷം ഇവളുടെ ഈ അപരാധ ആൽബം ഷൂട്ടിംഗ്, അതായത് ഇവളുടെ ഈ അപരാധ ഷോർട്ട് ഫിലിം ഇറങ്ങുമ്പോൾ അതും നമ്മൾ കാണണ്ടേ. ജനങ്ങളുടെ ഒരു വിധി എന്ന് പറയുന്നത് വല്ലാത്തൊരു വിധി തന്നെ. കൈ പിടിച്ചോണ്ട് തോളെ പിടിച്ചോണ്ടാണ്. തോളെ പിടിച്ചോണ്ട് ഹാപ്പി മൂഡ്. ഹാപ്പി മൂഡ്. ഇട്ടായിരുന്നു. അങ്ങനെയൊന്നുമല്ല. ഒരു പുരുഷനെ, ഒരു പെണ്ണിനെ മാത്രമേ അത് ഞാനാ മനസ്സിലാക്കാതെ പോയത്. ചേട്ടാ, രേണു എന്താ ഇത് കഴിക്കുന്നത്? ചേട്ടാ ഞാൻ ഫിഷ് ബിരിയാണി. ഫിഷ് ഉണ്ടോ എന്നൊക്കെ അതിനകത്ത് എടുക്കും. ഫിഷിനൊക്കെ കാണുന്നുണ്ട്.